എല്ലാവർക്കും ക്യുസീൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു മെക്സിക്കൻ ഡിഷാണ്. ഇത് വരുന്ന ഒരു ഡിപ്പാണ് ഗോക്കമോളി. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മെക്സിക്കൻ ഡിപ്പാണ് ഗോക്കമോളി. ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഗുവാക്കമോളി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് അവക്കാഡോ. അവക്കാഡോ ഇത് നമ്മൾ ചെറിയ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അവക്കാഡോ ഒരു ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ എന്നുള്ള ഡിബേറ്റ് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. ചില ആൾക്കാർ പറയും ഇത് ഫ്രൂട്ടാണ്, ചില ആൾക്കാർ പറയും ഇത് വെജിറ്റബിൾ ആണ്. ഇതിന് മധുരമില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു വെജിറ്റബിൾ ആകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഒത്തിരി കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അടുത്ത ഇൻഗ്രീഡിയൻസിൽ വരുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു നാരങ്ങയുടെ പകുതി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ സവോള 2 ടേബിൾ സ്പൂൺ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ട്. പിന്നെ നമ്മൾ മല്ലിയില ഇവിടെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, ട്രഡീഷണലി നമ്മൾ അരച്ചെടുക്കുന്നത് ഈ അരകല്ലിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവത്തിനകത്താണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിക്കകത്തും അരച്ചെടുക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. മല്ലിയില, പച്ചമുളക്, അതുപോലെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന സവോള. ഇനി നമുക്ക് ആവക്കാഡോയും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ പയ്യെ നമുക്ക് ഇടിച്ചെടുക്കാം. ആദ്യം നമ്മൾ അവക്കാഡോ ആണ് ഇടിച്ചെടുക്കുന്നത്. അവക്കാഡോ എന്താണ്? ഇപ്പോഴത്തെ പുതിയ ഡയറ്ററി സ്റ്റാൻഡേർഡ്സ് പ്രകാരം ആവക്കാഡോ ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിന് ബെനിഫിറ്റ്സ് വളരെ ഹൈ ആണ്. ഗുഡ് ഫാറ്റ് വളരെയധികമുള്ള ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ആണ് ആവക്കാഡോ. ഗോക്കമോളി ആദ്യമായിട്ട് ചരിത്രത്തിൽ കണ്ടുവരുന്നത് ഏകദേശം 2000 BCക്കും 3000 BCക്കും ഇടയ്ക്ക് സൗത്ത് അമേരിക്കൻ സിവിലൈസേഷനായ ആസ്ടെക്സ്, അതുപോലെ മായൻസ്, ഇവരൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ കണ്ടുപിടിച്ച ഒരു ഡിഷായിട്ടാണ് ഈ ഗോക്കമോളി കണ്ടുവരുന്നത്. ഇപ്പോഴും മെക്സിക്കൻ ക്യുസീനിലെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഡിഷാണ് ഈ ഗോക്കമോളി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിന് കുക്കിംഗ് ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് വീട്ടിൽ. ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിന് ഇടുക. അതിനുശേഷം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു നന്ദി.